എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ PSCയിലേക്ക് സ്വാഗതം. ധനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു വാർത്തയാണ്. LD ടൈപ്പിസ്റ്റ്, ഓഫീസ് അസിസ്റ്റൻ്റ് പോസ്റ്റുകളിൽ കരാർ നിയമനങ്ങൾ നടത്തണമെന്ന നിലയിലൊരു നിർദ്ദേശം സർക്കാർ ഉത്തരവിൻ്റെ ഭാഗമായിട്ട് വന്നിരുന്നു. അത് മാറ്റാണ്, തീരുമാനം ഉണ്ടാകില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും നല്ലൊരു സന്തോഷ വാർത്ത തന്നെയാണ് വരുന്നത്. ഇതോടൊപ്പം എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഒരു ഉത്തരവ് ഇപ്പോൾ വന്നു, ഇതുപോലെ മുൻപും വന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ടൈപ്പിസ്റ്റ് പോസ്റ്റുകൾ നോക്കുന്നവർ, ജോലിക്ക് കയറാൻ നോക്കുന്നവർ തീർച്ചയായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് വരുന്ന ഏറ്റവും അടുത്ത നോട്ടിഫിക്കേഷനിൽ തന്നെ, എക്സാമിൽ തന്നെ മാക്സിമം മാർക്ക് വാങ്ങിയിട്ട് ജോലി വാങ്ങാൻ പറ്റുന്ന റാങ്കിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. പിന്നെ ഏജ് ഓവറാവാത്തവർ, പഠിക്കാൻ ഇനിയും കഴിയും എന്ന് ഉള്ളവരോട് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ടൈപ്പ് റൈറ്റിംഗ് കൂടാതെ നിങ്ങൾ അഡീഷണൽ ക്വാളിഫിക്കേഷനായിട്ട് ഷോർട്ട് ഹാൻഡ്, DCA തുടങ്ങിയ കോഴ്സുകൾ പഠിക്കാൻ പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും പഠിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു അഭിപ്രായത്തോട് ചിലർക്ക് യോജിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ടൈപ്പ് റൈറ്റിംഗ് തന്നെ ബുദ്ധിമുട്ടിയിട്ടായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അതിൻ്റെ കൂടെ ഷോർട്ട് ഹാൻഡ് മറ്റുള്ള കോഴ്സുകൾ പഠിക്കുമ്പോൾ ഒന്നാമത് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും, പിന്നെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്ത് അടുത്ത എക്സാമിൽ തന്നെ നല്ല രീതിയിലൊരു റാങ്ക് വാങ്ങിയിട്ട് ജോലി വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പഠിക്കാൻ പറ്റുന്നവർ തീർച്ചയായിട്ടും മുന്നോട്ട് പഠിക്കുക. കൂടുതൽ കോഴ്സുകൾ ചെയ്ത് മറ്റുള്ള പോസ്റ്റുകളിലേക്ക്, അതായത് കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ്, സ്റ്റെനോഗ്രാഫർ തുടങ്ങിയ പോസ്റ്റുകളിലേക്ക് കൂടി നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.